familiar with the terms ecology and sustainable development. Today we are discussing such a topic, replenishing the earth by Wangari Maathai. We have already done Silent Spring by Rachel Carson, Staying Alive by Vandana Shiva, etc. Now we are discussing replenishing the earth by Wangari Maathai. Wangari Maathai is a renowned Kenyan environmentalist and Nobel Peace Prize laureate. വളരെ പ്രശസ്തിയായ കെനിയൻ പരിസ്ഥിതി പ്രവർത്തകയാണ് വങ്കാരി മാതായ്. അതേപോലെ തന്നെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ വ്യക്തി കൂടിയാണ്. അവരുടെ റിപ്ലെനിഷിംഗ് ദ എർത്ത് എന്ന ചാപ്റ്ററാണ് നമ്മൾ ചെയ്യുന്നത്. റിപ്ലെനിഷിംഗ് മീൻസ് ഫില്ലിംഗ് വിത്ത് ഓർ കംപ്ലീറ്റ് ദ ആക്ഷൻ എന്നാണ്. പൂർത്തീകരിക്കുക, നിറയ്ക്കുക എന്നാണ്. ഭൂമിയെ നിറയ്ക്കുക. ഇവിടെ മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് ഭൂമിയെ നിറയ്ക്കുക എന്ന ആ ഒരു കോൺസെപ്റ്റ് ആണ് ഈ ടൈറ്റിലിൽ. അത് എക്സാമിൽ ചോദിക്കാം. Replenishing, what do you mean by replenishing the earth? Then she is the advocate of sustainable development, democracy and human rights. Wangari Maathai, sustainable development means the development that is made through do not damaging the earth or environment. പ്രകൃതിയെ നശിപ്പിക്കാതെ വികാസം അല്ലെങ്കിൽ വികസനം നടത്തുക, ആ പ്രോസസ്സിനെയാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതേപോലെ ഡെമോക്രസി, ദെൻ ഹ്യൂമൻ റൈറ്റ്സ്, മനുഷ്യാവകാശം, ഇവയ്ക്കൊക്കെ വേണ്ടി പ്രവർത്തിച്ച വ്യക്തിയാണ് വങ്കാരി മാതായ്. She founded the Green Belt movement in 1977 to empower communities, especially women, to combat deforestation, restore ecosystem and improve livelihood through tree planting. ട്രീ പ്ലാന്റിങ്ങിലൂടെ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ പരിസ്ഥിതി സംരക്ഷണം, അതിലൂടെ സ്ത്രീകളുടെ, അതായത് വീക്കർ കമ്മ്യൂണിറ്റിയെ മുന്നോട്ടേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. ആ ഒരു പ്രസ്ഥാനം 1977 സ്റ്റാർട്ട് ചെയ്തത്. അതിന് സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. Then she challenged oppressive political systems and worked for ecological preservation. ഈ ഒരുപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് എതിരായിട്ടായിരുന്നു ഈ ഒരു, കാരണം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മരം മുറിക്കണം എന്ന ആശയമായിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു, സ്റ്റേയിങ് അലൈവ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞിരുന്നു. സ്ത്രീകൾ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ വെട്ടിമുറിച്ച് കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പുരുഷ മേധാവിത്വം, അവിടെ നേച്ചർ വേഴ്സസ് കൾച്ചർ എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞു. അതേപോലെയാണ് ഇവിടെയും ഈ രാഷ്ട്രീയ പ്രവർത്തകർ അല്ലെങ്കിൽ ആ ഒരു പുരുഷ മേധാവിത്വത്തിന് എതിരെയാണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് സ്ഥാപിച്ചത്. കാരണം സ്ത്രീകൾ എന്ന ആ ഒരു വീക്കർ സെക്ഷനാണ് അവരെ അടിച്ചമർത്തി കൊമേഴ്സ്യൽ ആവശ്യത്തിന് മരം മുറിക്കുന്ന ആ ഒരു കോൺസെപ്റ്റ്. ദെൻ ഈ ഒരു ടെക്സ്റ്റ്, ഈ ഒരു എസ്സേ 2-3 ചാപ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ദ വിഷൻ ഓഫ് എൻവയോൺമെന്റൽ, സോഷ്യൽ ആൻഡ് ഇക്കണോമിക് റിന്യൂവൽ എന്നാണ്. ഇൻ ദിസ് ചാപ്റ്റർ ഷീ സേസ് ദാറ്റ് ദർ ഷുഡ് ബി എ ഹോളിസ്റ്റിക് അപ്രോച്ച് ടു കൺസേർവ് നേച്ചർ. പ്രകൃതി സംരക്ഷണത്തിന് ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, പൂർണ്ണമായിട്ടുള്ള ഒരു സമീപനം, സമ്പൂർണ്ണ സമീപനമാണ് നമുക്ക് വേണ്ടത്. And the core of Maathai's philosophy is the interconnectedness of 3 elements that are ecological health, social justice and economic stability. 3 കാര്യങ്ങളാണ് വങ്കാരി മാതായുടെ ആ തത്വചിന്തയിൽ ഉൾപ്പെടുന്നത്. ഒന്നെന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ഹെൽത്ത്, പ്രപഞ്ചപരമായിട്ട് അല്ലെങ്കിൽ ആ ഒരു പരിസ്ഥിതിയുടെ ആരോഗ്യം. ദെൻ സോഷ്യൽ ജസ്റ്റിസ്, അതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുക. ദെൻ ഇക്കണോമിക് സ്റ്റെബിലിറ്റി, ആ സാമ്പത്തികമായ ഒരു ഭദ്രത ഉറപ്പാക്കുക. ഈ 3 കാര്യങ്ങളാണ് വങ്കാരി മാതായുടെ ഫിലോസഫി അല്ലെങ്കിൽ ആ കോർ ഓഫ് ഹർ ഫിലോസഫി. സാധാരണ എക്സാമിൽ ചോദിക്കാറുണ്ട് 2 മാർക്കിന്. Then Maathai argues that the degradation of the environment through practices like deforestation and unsustainable land use harms ecosystem and undermines the social and economic fabrics of society. പിന്നീട് അവർ പറയുന്നു, ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ ഡീഗ്രഡേഷൻ അത് സംഭവിക്കുന്നത് ഡീഫോറസ്റ്റേഷനിലൂടെയാണ്, മരങ്ങള് വെട്ടി നശിപ്പിക്കുന്നതിലൂടെ. ദെൻ അൺസസ്റ്റൈനബിൾ യൂസ് ഓഫ് ലാൻഡ്. അൺസസ്റ്റൈനബിൾ യൂസ് ഓഫ് ലാൻഡ് മീൻസ് പ്രകൃതി അല്ലെങ്കിൽ സ്ഥലം നമ്മൾ ശരിയായ രീതിയിൽ അല്ലാതെ ഉപയോഗിക്കുക, പ്രകൃതിക്ക് ദോഷം പറ്റാത്ത രീതിയിലല്ലാതെ, പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന രീതിയിൽ നമ്മൾ സ്ഥലങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് ഇതൊക്കെ ഈ ഒരു
ഡീഗ്രഡേഷന്, പരിസ്ഥിതിയുടെ നാശത്തിന് ഇടയാക്കുന്നു. The Green Belt movement, founded by Wangari Maathai, exemplifies the integrated approach beyond tree planting. ട്രീ പ്ലാന്റിംഗ് ആണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ലക്ഷ്യം. പക്ഷെ അതിനും അപ്പുറത്തുള്ള ചില ലക്ഷ്യങ്ങൾ ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിനുണ്ട്. ഇറ്റ് ഫെസിലിറ്റേറ്റഡ് ദ പ്ലാന്റിംഗ് ഓഫ് മില്യൺസ് ഓഫ് ട്രീസ് ആൻഡ് ദസ് റീസ്റ്റോർ എ ഗുഡ് എൻവയോൺമെന്റ് ആൻഡ് അപ്ലിഫ്റ്റ് പീപ്പിൾ. ഒന്നെന്ന് പറയുന്നത് ട്രീ പ്ലാന്റിംഗ് ആണ്. ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് എന്ന് പറയുന്നതിന്റെ പ്രധാന ലക്ഷ്യം ട്രീ പ്ലാന്റിംഗ് ആണ്. പക്ഷെ അതിനും അപ്പുറത്തേക്കുള്ള ലക്ഷ്യങ്ങൾ പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, അതിലൂടെ ഒരു നല്ല അന്തരീക്ഷം അല്ലെങ്കിൽ ഒരു നല്ല പ്രകൃതിയെ സൃഷ്ടിക്കുക, അങ്ങനെ ജനങ്ങളുടെ പുരോഗതി ഉണ്ടാക്കുക. അങ്ങനെ ആ ഒരു പരിസ്ഥിതി വികസിക്കുന്ന സമയത്ത് പരിസ്ഥിതിയിൽ നിന്നുള്ള പ്രൊഡക്ഷൻ കൂടും. അതേപോലെ തന്നെ അവർക്ക് കിട്ടുന്ന നാച്ചുറൽ, വിഷാംശം കലരാത്ത നാച്ചുറൽ ഫുഡ് അവർക്ക് കിട്ടും. അങ്ങനെ ഫുഡ് അവർക്ക് കിട്ടുന്ന സമയത്ത് ജനങ്ങളും ഹെൽത്തിയാണ്, പരിസ്ഥിതി ഹെൽത്തിയാണ്, നല്ല ശുദ്ധമായ വായു ശ്വസിക്കാൻ പറ്റും. അങ്ങനെ ജനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. സാമ്പത്തികമായിട്ട് അവർക്ക് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടതായി വരുന്നില്ല. വലിയ വില കൊടുത്ത് പുറത്തുനിന്ന് സാധനങ്ങൾ വാങ്ങേണ്ടുന്ന ഒരു സന്ദർഭം ഇല്ലാതെയാകുന്നു. കാരണം എല്ലാം കൃഷി ചെയ്യാൻ അവർക്ക് കഴിയുന്നു. അങ്ങനെ ആകുന്ന സമയത്ത് വിഷാംശമില്ലാത്ത സാധനങ്ങളാണ് കൃഷി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും. ഇപ്പോൾ ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട പൈസ അവിടെ ലാഭം ഉണ്ടാവും. അങ്ങനെ പല പല നേട്ടങ്ങൾ ഉണ്ടാകും. ഇതാണ് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ ലക്ഷ്യം. നമ്മൾ പറഞ്ഞു അതിന്റെ പ്രധാനപ്പെട്ട ഇത് എക്സാമിൽ ചോദിക്കുന്നതാണ്, ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രിബ്യൂഷൻ. അതിന്റെ ആ ഒരു പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ട്രീ പ്ലാന്റിംഗ് ആണ്. പക്ഷെ അതിനും അപ്പുറത്ത് ഉള്ള ലക്ഷ്യങ്ങളാണ് ഇതൊക്കെ. ദെൻ ട്രീ പ്ലാന്റിംഗ് ഈസ് കണക്റ്റഡ് വിത്ത് വിമൻസ് റൈറ്റ്സ്, ദെൻ കമ്മ്യൂണിറ്റി ഹെൽത്ത് ആൻഡ് പോവർട്ടി അലീവിയേഷൻ. ഇനി ഈ ട്രീ പ്ലാന്റിങ്ങിലൂടെ അത് സ്ത്രീകളുടെ അവകാശങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്റ്റേയിങ് അലൈവ് എന്ന ചാപ്റ്ററിൽ പറഞ്ഞു, സ്ത്രീകളാണ് ഈ മരങ്ങളൊക്കെ ആ ഒരു അഫിനിറ്റി കൂടുതൽ, ആ ഒരു അഫെക്ഷൻ, സ്ത്രീകൾക്ക് പ്രകൃതിയോടുള്ള ആ സ്നേഹം, അവരാണ് ഈ മരങ്ങളും ചെടികളും ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത്. ആ നട്ടുപിടിപ്പിച്ച ചെടികളും മരങ്ങളും മുറിച്ചു കളയുക എന്നുള്ളതാണ് പുരുഷന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ പുരുഷന്റെ ആ ഒരു കടമ എന്ന് പറയുന്നത്. കടമ എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. കാരണം ഈ സ്ത്രീകൾ വെച്ച് പിടിപ്പിച്ച മരങ്ങള് നശിപ്പിച്ചു കളയുന്ന പുരുഷന്മാർ. അങ്ങനെയുള്ള സമയത്ത് ഇത് അവരുടെ സ്ത്രീകളുടെ അവകാശമാക്കി മാറ്റുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളത്. അതിലൂടെ അവർക്ക് കമ്മ്യൂണിറ്റി ഹെൽത്ത് മീൻസ് ആ ഒരു വിമൻ കമ്മ്യൂണിറ്റിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഒരു സമൂഹത്തിന്റെ, സ്ത്രീ സമൂഹത്തിന്റെ ആരോഗ്യം, അതേപോലെ തന്നെ പോവേർട്ടി അലീവിയേഷൻ. നമ്മളിപ്പോൾ പറയാറുണ്ട്, പ്രകൃതി ചികിത്സയിലൊക്കെ പറയുന്നത് മരുന്നുകൾ വളരെ കുറവാണ്. മരുന്നുകൾ എന്തെങ്കിലും അത്യാവശ്യമുള്ള മരുന്നുകൾ കൊടുത്തതിന് ശേഷം നിങ്ങൾ പ്രകൃതിയിലേക്ക് പോകും, പ്രകൃതിയിലൂടെ നിങ്ങൾക്ക് ഹീലിംഗ് ഉണ്ടാകുന്ന അത്യാവശ്യം വേണ്ട മരുന്നുകളെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു പ്രകൃതി ചികിത്സയിലൂടെ പ്രകൃതിയിൽ ബ്രീത്തിങ് കൺട്രോൾ, അതേപോലെ തന്നെ പ്രകൃതിയിൽ രാവിലെ പ്രകൃതിയോട് ഉണരുന്ന ആ ഒരു ശീലങ്ങളിലൂടെയൊക്കെ നമുക്ക് പല രോഗങ്ങളും മാറ്റി എടുക്കാൻ സാധിക്കും. അപ്പൊ അതേപോലെ പിന്നീട് പോവർട്ടി അലീവിയേഷൻ, ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ഈ മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുഡ് അവർക്ക് കിട്ടും, ആരോഗ്യം ഉണ്ടാകും, അങ്ങനെ ദാരിദ്ര്യം ഇല്ലാതെയാക്കാൻ സാധിക്കും. ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ ലാഭം, അതേപോലെ തന്നെ പുറത്തുനിന്ന് സാധനം വാങ്ങുന്ന പൈസ ലാഭം, ഇതൊക്കെ ലാഭമാകുന്ന സമയത്ത് ദർ വിൽ ബി നോ പോവേർട്ടി, ദാരിദ്ര്യം ഉണ്ടാകുന്നില്ല. Then Green Belt movement got great success like improving water supplies, reducing soil erosion, enhancing food security, provide income to women, etc. ഇനി ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിന്റെ മറ്റ് പ്രാധാന്യം എന്ന് പറയുന്നത്, ഇതിലൂടെ ഗ്രേറ്റ് സക്സസ് ഉണ്ടായി, പലതരത്തിലുള്ള വിജയങ്ങൾ. അതെന്തൊക്കെയാണ്? ദേ ക്യാൻ ഇംപ്രൂവ് വാട്ടർ സപ്ലൈസ്, വെള്ളം ശുദ്ധീകരിക്കാൻ കഴിഞ്ഞു. അതായത് ധാരാളം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ അവിടെ ജലക്ഷാമം ഇല്ലാതെയായി, ഉള്ള വെള്ളം തന്നെ ശുദ്ധമായ വെള്ളമായി മാറി. അതേപോലെ തന്നെ റെഡ്യൂസിങ് സോയിൽ ഇറോഷൻ, മരങ്ങൾ ബോർഡറിൽ വെച്ച് പിടിപ്പിച്ചിട്ട് മണ്ണൊലിപ്പ് തടയാൻ സാധിച്ചു. അതേപോലെ എൻഹാൻസിങ് ഫുഡ് സെക്യൂരിറ്റി, കൃഷികൾ നടത്തിയിട്ട് ഫുഡ് സെക്യൂരിറ്റി ഉണ്ടായി. അതേപോലെ പ്രൊവൈഡ് ഇൻകം ടു വിമൻ, സ്ത്രീകളാണ് ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നത് പറഞ്ഞു, ആ സ്ത്രീകൾക്ക് ഒരു വരുമാനമായി. അത് പിന്നീട് അങ്ങോട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിലൂടെ മാക്സിമം മരങ്ങൾ നട്ട് ആ മരങ്ങൾ സംരക്ഷിക്കുന്ന ആളുകൾക്ക്, സ്ത്രീകൾക്ക് ചെറിയ ചെറിയ തുകകൾ കൊടുക്കുന്ന രീതിയിലേക്ക് അങ്ങനെ ഒരു സിസ്റ്റം തുടങ്ങി വരും.
അങ്ങനെ സിസ്റ്റത്തിലൂടെ സ്ത്രീകൾക്ക് വരുമാനം ഭദ്രത ഉറപ്പാക്കാൻ സാധിച്ചു. Thus, Mata aimed global efforts of replenishing the earth and a more sustainable and equitable future. അങ്ങനെ ഒരു സസ്റ്റൈനബിൾ എർത്തിനെ, ഒരു റിപ്ലെനിഷിംഗ് എർത്ത് മീൻസ് നിറയപ്പെട്ട ഭൂമി, ഈ നിറയെ മരങ്ങളും ചെടികളും ഒക്കെ ഉള്ള ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ ഈ ഒരു ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിലൂടെ വങ്കാരി മാതായ്ക്ക് സാധിച്ചു. അതേപോലെ തന്നെ ഭാവിക്ക് വേണ്ടി ഭദ്രമായ ഒരു പരിസ്ഥിതി ഉണ്ടാക്കാനും സാധിച്ചു. ഇനി ചാപ്റ്റർ 2 ആണ്. ചാപ്റ്റർ 2 ടൈറ്റിൽ ദ റൂട്ട്സ് ഓഫ് എൻവിയോൺമെന്റൽ ഡിഗ്രഡേഷൻ ആൻഡ് ഇറ്റ്സ് ഇമ്പാക്ട്. ഈ ഭൂമിയുടെ ഡീഗ്രഡേഷൻ, അധപതനത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അതേപോലെ തന്നെ അതിന്റെ പരിണിത ഫലങ്ങൾ, ഈ ഭൂമി അധപതിച്ചതിലൂടെ ഉണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ പറയുന്നത്. വങ്കാരി മാത റിവീൽസ് ദാറ്റ് എൻവിയോൺമെന്റൽ ഡിഗ്രഡേഷൻ ഈസ് എ മൾട്ടി ഫേസേറ്റഡ് പ്രോബ്ലം വിത്ത് ഡീപ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്. ഈ പരിസ്ഥിതി നാശത്തിന് അല്ലെങ്കിൽ പരിസ്ഥിതിയുടെ അധപതനത്തിന് ചരിത്രാതീത കാലം മുതൽ പണ്ടേ അതിനൊരു റൂട്ടുണ്ട്, വേരുണ്ട്. അതായത് പണ്ടേ ഇതിന്റെ കാരണങ്ങളുണ്ട്. ദെൻ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോസ് ഇസ് ഡീഫോറസ്റ്റേഷൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്. ഈ ഒരു മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട കാരണം. ഈ ഭൂമിയുടെ അധപതനത്തിന്റെ പ്രധാന കാരണം ഡീഫോറസ്റ്റേഷൻ ആണ്. അത് എക്സാമിന് ചോദിക്കാം. വാട്ട് ആർ ദി കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ? ഫസ്റ്റ് വൺ ഇസ് നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ നശിപ്പിക്കുക. ദെൻ സോയിൽ പ്രൊവൈഡ്സ് സ്റ്റെബിലിറ്റി, വാട്ടർ റെഗുലേഷൻ ആൻഡ് ബയോഡൈവേഴ്സിറ്റി. നമുക്കറിയാം, ഈ ഡീഫോറസ്റ്റേഷൻ സംഭവിക്കുന്ന സമയത്ത് മരങ്ങൾ വെട്ടിമുറിക്കുമ്പോൾ മണ്ണൊലിച്ചു പോകുന്നുണ്ട്, സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു. ഈ സോയിലാണ് എന്ത് കൊടുക്കുന്നത്? സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ആ ഒരു പ്രദേശത്തിന് ഒരു സ്ഥിരത കൊടുക്കുന്നു. അതേപോലെ തന്നെ വാട്ടർ റെഗുലേഷൻ, വെള്ളം അവിടെ നിലനിർത്തുന്നത് മണ്ണാണ്. ആ വേരില്, ഈ മരങ്ങളുടെ വേരുകൾ അവിടെ തങ്ങി നിർത്തുന്ന ആ മണ്ണ് ഈ വാട്ടർ റെഗുലേഷൻ നടത്തുന്നു, അതേപോലെ സ്റ്റെബിലിറ്റി കൊടുക്കുന്നു. ദെൻ ബയോഡൈവേഴ്സിറ്റി, അവിടെ പല പല ചെടികളൊക്കെ ഉണ്ടാകാനൊക്കെ കാരണം ഈ മരങ്ങളാണ്. ഈ മരങ്ങളെ ആശ്രയിച്ച് തന്നെ ചെറിയ ചെറിയ മരങ്ങളും മറ്റു ചെടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടുത്തെ മരം മുറിക്കുമ്പോൾ, ഒരു മരം മുറിക്കുമ്പോൾ അതിന് ചുറ്റുമുള്ള പ്രദേശത്തെ എല്ലാ ചെടികളും മരങ്ങളും ഒക്കെ നശിച്ചു പോകുന്നുണ്ട്. Then a large part of forests are seized or cleared, often for agriculture or urban expansion or logging. It leads to erosion. അധികവും ഈ മരങ്ങൾ മുറിക്കുന്നത് ഒന്നുകിൽ കൃഷിക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ തടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ അർബനൈസേഷന് വേണ്ടിയിട്ട്, നഗരവൽക്കരണത്തിന് വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ മരം മുറിക്കുന്ന സമയത്ത് അവിടെ ഇറോഷൻ, സോയിൽ ഇറോഷൻ സംഭവിക്കുന്നു, മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു. ആൻഡ് ദ ലോസ് ഓഫ് ടോപ്പ് സോയിൽ ഓർ ഫെർട്ടൈൽ സോയിൽ ലീഡ്സ് ടു ലോ പ്രൊഡക്ടിവിറ്റി ഇൻ അഗ്രികൾച്ചർ, ഫുഡ് സെക്യൂരിറ്റി ആൻഡ് പോവർട്ടി. അങ്ങനെ ഈ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്ന സമയത്ത് മണ്ണൊലിപ്പ് ഉണ്ടാകുന്നു. അങ്ങനെ മണ്ണൊലിച്ചു പോകുന്ന സമയത്ത് ആ ഒലിച്ചു പോകുന്ന മണ്ണ് ടോപ്പ് സോയിലാണ്. ആ ടോപ്പ് സോയിൽ എന്ന് പറയുന്നത് വളരെ ഫെർട്ടൈൽ ആയിട്ടുള്ള, ഫലഭൂയിഷ്ടമായിട്ടുള്ള മണ്ണാണ്. ആ മണ്ണൊലിച്ചു പോകുന്ന സമയത്ത് മറ്റു മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒലിച്ചു പോയതിനു ശേഷമുള്ള മണ്ണിൽ നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് ലോ പ്രൊഡക്ടിവിറ്റി ആയിരിക്കും, ഉൽപാദനം വളരെ കുറവായിരിക്കും. കാരണം നല്ല ഫെർട്ടൈൽ സോയിലാണ്, നല്ല വളക്കൂറുള്ള മണ്ണ് ഒലിച്ചു പോയിട്ട് ബാക്കിയുള്ള സോയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. അപ്പൊ അവിടെ പ്രൊഡക്ടിവിറ്റി കുറയും. അതോടൊപ്പം തന്നെ പ്രൊഡക്ടിവിറ്റി കുറയുന്ന സമയത്ത് ക്ഷാമം ഉണ്ടാകും, ഭക്ഷ്യക്ഷാമം, ഫുഡ് ഇൻസെക്യൂരിറ്റി ഉണ്ടാകും. കാരണം ഈ ടോപ്പ് സോയിൽ ഒലിച്ചു പോയി പിന്നീടുള്ള സോയിൽ വളരെ കുറച്ച് പ്രോഡക്ട്സ് ഉണ്ടാകുന്നുള്ളൂ, അന്നേരം എല്ലാവർക്കും ഭക്ഷണം എത്തുന്നില്ല, അങ്ങനെ ദാരിദ്ര്യം ഉണ്ടാകും. Another major cause is the unsustainable agricultural practices. ഇനി ഒന്ന് നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ ആണ്, മറ്റൊന്ന് അൺസസ്റ്റൈനബിൾ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, കാർഷികപരമായിട്ടുള്ള പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന മനുഷ്യന്റെ പ്രവർത്തനങ്ങളാണ് മറ്റു കാരണം. ഫോർ എക്സാമ്പിൾ, ദ ഡിസയർ ഫോർ ഹെവി പ്രൊഡക്ഷൻ ലീഡ്സ് ടു ഫാമേഴ്സ് ടു യൂസ് അൺഹെൽത്തി മെത്തേഡ്സ് ടു സോയിൽ, that is overuse water resources and introduce harmful chemicals. Another major cause is unsustainable agricultural practices. മറ്റൊരു കാരണം പ്രകൃതിയെ കൃഷിക്ക് വേണ്ടിയിട്ട് ദുരുപയോഗം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം നമ്മൾ പറഞ്ഞു ഡീഫോറസ്റ്റേഷൻ, മരങ്ങൾ വെട്ടി നശിപ്പിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ഭൂമിയുടെ ദുരുപയോഗം. The desire of heavy production leads
the farmers to use unhealthy methods to soil, overuse water resources and introduce harmful chemicals. മനുഷ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞു മണ്ണൊലിപ്പിലൂടെ ഫെർട്ടൈൽ സോയിൽ നഷ്ടപ്പെടും. അങ്ങനെ ഫെർട്ടൈൽ സോയിൽ നഷ്ടപ്പെടുന്ന സമയത്ത് പ്രൊഡക്ടിവിറ്റി കുറയും. അപ്പോൾ ഭക്ഷ്യക്ഷാമം ഉണ്ടാകും, അതേപോലെ തന്നെ ദാരിദ്ര്യം ഉണ്ടാകും എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ ഒന്ന് മറികടക്കാൻ വേണ്ടിയിട്ട്, ഈ ഭക്ഷ്യക്ഷാമം ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ട് ഈ മറ്റു രീതികൾ ഉപയോഗിക്കാൻ തുടങ്ങും. അതായത് കർഷകർ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട്, നേരത്തെ നമ്മൾ പറഞ്ഞു ലോ പ്രൊഡക്ഷനാണ്, സാധനങ്ങൾ വളരെ കുറവായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ആ ഉൽപ്പാദനം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പല മാർഗങ്ങളും സ്വീകരിക്കും. അതിലൊന്ന് മാരകമായിട്ടുള്ള കീടനാശിനികൾ ഉപയോഗിക്കുക, കെമിക്കൽസ് ഉപയോഗിക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കുന്നു. പിന്നീട് വാട്ടർ റിസോഴ്സസ്, ജലസ്രോതസ്സുകളെ മാക്സിമം ഉപയോഗിക്കുന്നു. പണ്ട് കുറച്ച് മഴ അല്ലെങ്കിൽ കുറച്ച് വെള്ളം മതിയായിരുന്നു. കാരണം ഈ മരങ്ങളും അതിൻ്റെ തണലും ഒക്കെ ഉണ്ടായിട്ട് അവിടെ കുറച്ച് മാത്രം വെള്ളം ആവശ്യമുള്ളായിരുന്നു കൃഷിക്ക്. പക്ഷെ പിന്നീട് മരങ്ങളൊക്കെ വെട്ടി നശിപ്പിച്ച സമയത്ത് ആ വാട്ടർ റെഗുലേഷൻ കുറഞ്ഞു. അങ്ങനെ വെള്ളത്തിൻ്റെ ക്ഷാമം ഉണ്ടായപ്പോൾ ഓവർ യൂസ്, വെള്ളം അമിതമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെ ദ ഷോർട്ട് ടേം ഗെയിൻ വിൽ ലീഡ് ടു ലോങ് ടേം ഹാം ടു ദ പീപ്പിൾ ആൻഡ് ദ എൻവയോൺമെൻറ്റ്. ആ ഒരു ചെറിയ കാലഘട്ടത്തിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് അവർ അന്നേരമുള്ള ലാഭം നോക്കി ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ പിന്നീട് ദീർഘമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്നു. അത് മനുഷ്യർക്കും പ്രശ്നമാണ്. അതായത് ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇങ്ങനെയുള്ള കീടനാശിനികൾ, പെസ്റ്റിസൈഡ്സ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ ഉപയോഗിക്കുന്നതിലൂടെ മനുഷ്യന്റെ ന്യൂറോ സിസ്റ്റത്തെ ബാധിക്കുന്നത്, അതേപോലെ ക്യാൻസർ പോലെയുള്ള, ലുക്കീമിയ പോലെയുള്ള മാരകമായ രോഗങ്ങൾക്ക് വഴിതെളിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ അങ്ങനെയുള്ള കെമിക്കൽസ് ഉപയോഗത്തിലൂടെ മനുഷ്യന് അത് ദോഷമാണ്, അതേപോലെ തന്നെ പ്രകൃതിക്കും ദോഷമായി മാറുന്നു. Then she points out that the importance of sustainable development by adopting traditional and modern methods for the future. പിന്നീട് വങ്കാരി മാതായി പറയുന്നത് നമ്മളുടെ ഈ ഭൂമിയുടെ സംരക്ഷണത്തിൽ നമ്മൾ പരമ്പരാഗതമായ രീതികൾ ഉപയോഗിക്കണം, അതേ തന്നെ ആധുനികമായിട്ടുള്ള രീതികളും ഉപയോഗിക്കണം. The degradation of environment will lead to social degradation as there will be quarrel between communities for resources and water. കാരണം ഇങ്ങനെ നമ്മൾ പാരമ്പര്യമായിട്ടുള്ള അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ളതുമായിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിക്കണം. ഇല്ല എങ്കിൽ ഇത് സാമൂഹികമായിട്ടുള്ള അധപ്പതനത്തിന് തന്നെ കാരണമാകും. പ്രകൃതിയുടെ അധപ്പതനം സാമൂഹികമായ അധപ്പതനത്തിന് കാരണമാകും. കാരണം റിസോഴ്സസ്, വെള്ളം അല്ലെങ്കിൽ മറ്റ് വിഭവങ്ങളൊന്നും കിട്ടാതെ വരുന്ന സമയത്ത് ജനങ്ങൾ തമ്മിൽ അടിപിടി കൂടാൻ തുടങ്ങും. അങ്ങനെ അത് സമൂഹത്തിന്റെ നാശത്തിന് വഴിതെളിക്കും. വങ്കാരി മാതായി അഡ്വക്കേറ്റ്സ് ദാറ്റ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് ക്യാൻ ബി യൂസ്ഡ്. ഇനി ഈ ഭൂമിയുടെ അല്ലെങ്കിൽ പ്രകൃതിയുടെ സംരക്ഷണത്തിനായി നമുക്ക് പല മാർഗങ്ങളും സ്വീകരിക്കാം. The best one is planting trees, and by doing so people can restore degraded landscapes, improve water cycle and environment. അതിന് നേരത്തെ പറഞ്ഞതുപോലെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ് പോലെയുള്ള പ്രസ്ഥാനങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ ഒരു മരം നമുക്ക് അത്യാവശ്യമായിട്ട് മുറിക്കേണ്ടി വന്നാൽ അതിന് പകരമായിട്ട് 5, 10 അല്ലെങ്കിൽ 15, ചിലപ്പോൾ 100 വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ സാധിക്കും. ട്രീസ് ക്യാൻ ക്രിയേറ്റ് ഹാബിറ്റാറ്റ് ഫോർ വൈൽഡ് ലൈഫ്. അങ്ങനെ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ വന്യമൃഗങ്ങൾക്ക് അല്ലെങ്കിൽ ജന്തുക്കൾക്ക് അല്ലെങ്കിൽ മൃഗങ്ങൾക്കൊക്കെ അവർക്ക് ആവാസ വ്യവസ്ഥ ഉണ്ടാകുന്നു, അവർക്ക് സംരക്ഷണം കിട്ടുന്നു. ഇപ്പം നമുക്കറിയാം ആനകളും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആന, കടുവ പോലെയുള്ള വന്യമൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്ന് നമ്മൾ കേൾക്കുന്നു. കാരണം അവയുടെ ആവാസ വ്യവസ്ഥയിലേക്കാണ് നമ്മൾ കൈ കടത്തിയേക്കുന്നത്. അവരുടെ കാടുകൾ നമ്മൾ വെട്ടിത്തെളിക്കുന്ന സമയത്ത് അവർക്ക് പാർക്കാനുള്ള സ്ഥലമില്ലാതെയാകുന്ന സമയത്താണ് അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ മാക്സിമം മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ ഈ വന്യജീവികൾക്ക് സ്വൈര്യമായി ജീവിക്കാനുള്ള അവസരം ഉണ്ടാകും. അതേപോലെ തന്നെ ട്രീസ് പ്രൊവൈഡ് ഫ്രൂട്ട്സ്, ടിമ്പർ ആൻഡ് മെഡിസിനൽ പ്രോഡക്ട്സ്. ഈ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ നമുക്ക് ഫ്രൂട്ട്സ് കിട്ടും, അതേപോലെ തടികൾ കിട്ടും, ടിമ്പർ തടി കിട്ടും, അതേപോലെ തന്നെ മെഡിസിനൽ പേർപ്പസിനായിട്ട് ഉപയോഗിക്കാം. ഇപ്പോൾ യൂക്കാലി പോലെയുള്ള വലിയ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിലൂടെ മെഡിസിനൽ പേർപ്പസിന് നമുക്ക് സാധിക്കും. ദെൻ അതർ പ്രാക്ടീസസ് ആർ ക്രോപ്പ് റൊട്ടേഷൻ, ആഗ്രോ ഫോറസ്ട്രി ആൻഡ് ഓർഗാനിക് ഫാമിംഗ്. ഇനി മറ്റ് രീതികൾ, ഈ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റുന്ന മറ്റ് പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ, വിളകൾ ഇങ്ങനെ മാറി മാറി കൃഷി ചെയ്യുക, ഇടവിളകൾ കൃഷി ചെയ്യുക. അതായത് ഇപ്പോൾ
നെൽകൃഷിയാണെങ്കിൽ നെൽകൃഷിയോടൊപ്പം തന്നെ ആ ഒരു വിളവെടുത്തതിന് ശേഷം മറ്റു പലതും പയറ് പോലെയുള്ള പയറു വർഗ്ഗങ്ങൾ അങ്ങനെയുള്ള കൃഷി നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ ട്യൂബേഴ്സ് ഒക്കെ കൃഷി ചെയ്യുന്നവരുടെ ആ ക്രോപ്പ് റൊട്ടേഷൻ വരുന്ന സമയത്ത് മണ്ണിന്റെ ആ ഒരു ഫലഭൂയിഷ്ഠത ഉണ്ടാകും. പിന്നീട് നമുക്ക് ആഗ്രോ ഫോറസ്ട്രി ഉപയോഗിക്കാം, അതായത് ജൈവ വളങ്ങളൊക്കെ ഉപയോഗിച്ച് കൃഷി ചെയ്യാം. പിന്നീട് ഓർഗാനിക് ഫാമിംഗ്. ആഗ്രോ ഫോറസ്ട്രി മീൻസ് ഈ ഇടവിളകൾ, ഇപ്പൊ പയർ കൃഷി ചെയ്യുന്നതിനിടയ്ക്ക് അല്ലെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട വിളകളോടൊപ്പം തന്നെ മറ്റ് വിളകളും ഇടകലർത്തി നടാം. ഇപ്പോൾ എന്താണ് മരച്ചീനിയൊക്കെ വെക്കുന്നതിന്റെ അതേ സൈഡിൽ തന്നെ പയറുവർഗ്ഗങ്ങൾ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ പയറിന് നൈട്രജൻ പോലെയുള്ള നൈട്രജൻ സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ടെന്നാണ്. ഇടിമിന്നലിൽ നിന്ന് കിട്ടുന്ന നൈട്രജൻ അത് സ്റ്റോർ ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെ ആ ഒരു ഫലഭൂയിഷ്ഠത മണ്ണിൽ ഉറപ്പുവരുത്താൻ സാധിക്കും. അങ്ങനെ പല പല മെഡിസിനൽ പ്ലാന്റ്സ് വെച്ച് പിടിപ്പിക്കുക. അതിനിടയ്ക്ക് തന്നെ തുളസി പോലെയുള്ള, അതേപോലെ തന്നെ കറിവേപ്പ് പോലെയുള്ള ചെറിയ ചെറിയ ഇടവേളകൾ നടാൻ പറ്റും. അങ്ങനെയുള്ള എന്താണ് ആഗ്രോ ഫോറസ്ട്രി ഉണ്ടാക്കാം. പിന്നീട് ഓർഗാനിക് ഫാമിംഗ്. ഓർഗാനിക് ഫാമിംഗ് എന്നുള്ളത് ജൈവ വളങ്ങൾ ഉപയോഗിക്കാം, അതായത് കരിയിലൊക്കെ ഉപയോഗിച്ച് ആ കരിയില പൊടിച്ചെടുത്തിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ അങ്ങനെയുള്ള പച്ചിലകൾ തന്നെ വളമായിട്ട് ഉപയോഗിക്കാം. അങ്ങനെയും നമുക്ക് മണ്ണിനെ ഫലഭൂയിഷ്ഠപ്പെടുത്താൻ സാധിക്കും. ചാപ്റ്റർ 3 വിമൻസ് എംപവർമെന്റ് ത്രൂ എൻവയോൺമെന്റൽ സ്റ്റിവാർഡ്ഷിപ്പ്. പ്രകൃതിയെ നോക്കിക്കാണാൻ അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു കാര്യസ്ഥ എന്ന നിലയിൽ സ്ത്രീകൾക്ക് ശക്തി പകരുക. Women were the primary caretakers of their families and communities, and their well-being is linked directly to the environment. സ്ത്രീകളാണ് ഒരു കുടുംബത്തിന്റെയും അതേപോലെ തന്നെ ഒരു സമൂഹത്തിന്റെയും ഒക്കെ കെയർ ടേക്കർ, സംരക്ഷകൻ എന്ന് പറയുന്ന സ്ത്രീയാണ്. നമ്മൾ പറയാറുണ്ട്, ഒരു വീട്ടിന്റെ സ്ത്രീ ഇല്ല എങ്കിൽ, ആ വീട്ടിലെ സ്ത്രീ ഇല്ല എങ്കിൽ ആ വീടിന്റെ വിളക്കില്ല എന്നുള്ള ആ ഒരു പണ്ടേയുള്ള പഴഞ്ചൊല്ലാണ്. അപ്പോൾ ആ സ്ത്രീ പരിസ്ഥിതിയുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞു, സ്ത്രീയുടെ ജോലിയാണ് പരിസ്ഥിതി സംരക്ഷിക്കുക എന്നുള്ളതാണ്. ചെടികളും മരങ്ങളും ഒക്കെ നട്ടുപിടിപ്പിച്ച് പ്രകൃതിയെ സംരക്ഷിക്കുന്ന തൻ്റെ മക്കളെ പോലെ കണക്കാക്കുന്ന സ്ത്രീകൾ. Then planting trees is a solution to deforestation and enable growth and development. In Green Belt movement, women were leaders and decision makers within their communities. ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ സ്ത്രീകളാണ് നേതാക്കളായിട്ട് മുന്നേറി വരുന്നത്. Then financial support and incentives were crucial elements to improve or empower them. അവർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിലൂടെ ഒരു മരം നട്ട് അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുന്നവർക്ക് ചെറിയ ചെറിയ തുകകൾ കൊടുത്ത് ആ ഒരു പ്രോത്സാഹനം കിട്ടുന്ന സ്ത്രീകൾ വീണ്ടും മരങ്ങൾ നടുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. അതാണ് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. The Green Belt movement formed women groups, foster a sense of community and collective consciousness or collective action. ഈ ഗ്രീൻ ബെൽറ്റ് പ്രസ്ഥാനത്തിലൂടെ സ്ത്രീകൾക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായി. ആൻഡ് ഇറ്റ് ബിക്കംസ് എ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് എവറിഥിങ്. എല്ലാം ചർച്ച ചെയ്യുന്ന ഒരു വേദിയായി ഇത് മാറുകയും ആൻഡ് വിമൻ സീസ് ദംസെൽസ് ആസ് ഏജൻസ് ടു ചേഞ്ച് ദാൻ പവർലെസ് ക്രീച്ചേഴ്സ്. തങ്ങളാണ് മാറ്റത്തിന്റെ ഏജന്റുകളെന്ന് സ്ത്രീകൾ മനസ്സിലാക്കാൻ തുടങ്ങി. അതായത് പണ്ട് ഒന്നിനും കൊള്ളാത്ത തബലകൾ എന്നൊക്കെ പറഞ്ഞിരുന്ന ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നും മാറ്റം കൊണ്ടുവരേണ്ടത് തങ്ങളാണ് എന്ന് സ്ത്രീകൾക്ക് തോന്നി തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ഒരു പ്രസ്ഥാനത്തിൽ, അതായത് മരം മുറിക്കാൻ വരുന്ന സമയത്ത് അവിടെയുള്ള സ്ത്രീകൾ നട്ടുച്ച സമയത്ത് ചൂട്ടം കത്തിച്ച് നിന്നു. അപ്പൊ ആ ചൂട്ട കത്തിച്ച് എന്തിനാണ് എന്ന് ആണുങ്ങൾ ചോദിച്ച സമയത്ത് ഈ സ്ത്രീകൾ പറഞ്ഞത്, നിങ്ങൾ ഇപ്പോ ബോധമില്ലാത്ത മനുഷ്യരാണ്. കാരണം നട്ടുച്ച സമയത്ത് സൂര്യന്റെ ശുദ്ധമായ വെളിച്ചമുണ്ട്, ആ വെളിച്ചത്തിന് ചൂട്ടയുടെ ആവശ്യമില്ല. അങ്ങനെയുള്ള ഞങ്ങൾ ചൂട്ട കത്തിച്ചു എങ്കിൽ അത് നിങ്ങൾക്ക് ബോധം തരാനാണ്. കാരണം നിങ്ങൾ ഈ മരങ്ങളൊക്കെ മുറിച്ച് ഈ പ്രകൃതിയെ നശിപ്പിക്കുമ്പോൾ നിങ്ങളെ തന്നെ അറിയാത്തൊരവസ്ഥയാണ്. അത് നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് ഞങ്ങൾ ചൂട്ട കത്തിച്ചത്. അതേ സുന്ദർലാൽ ബഹുഗുണ എന്ന നേതാവ് നേതൃത്വം നൽകിയ ചിപ്കോ മൂവ്മെന്റ് എന്ന പ്രസ്ഥാനം, അവിടെയും മരം മുറിക്കാൻ പുരുഷന്മാർ ചെന്ന സമയത്ത് സ്ത്രീകൾ ആ മരത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് മരം മുറിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഞങ്ങളെ കൊല്ലൂ, അതിനുശേഷം നിങ്ങൾ മരം മുറിച്ചോളൂ. അത്രത്തോളം ആ ഒരു അഫെക്ഷൻ കാണിച്ച സ്ത്രീകളാണ്. ആ സ്ത്രീകൾക്ക് തങ്ങളിലൂടെ ഒരു മാറ്റം കൊണ്ടുവരാൻ, ഈ സമൂഹത്തിനൊരു മാറ്റം തങ്ങൾ തന്നെ വിചാരിച്ചാൽ സാധിക്കുമെന്നൊരു ബോധം വന്നത് ഈ ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റിലൂടെയാണ്. അങ്ങനെ പല പ്രസ്ഥാനങ്ങൾക്കും സാക്ഷ്യം വഹിച്ചു.
പിന്നീട് it bridged the gap between ecological reforestation and social justice. Then environmental conservation is a vehicle for women's empowerment, social status and economic conditions. ഈ ഒരു എൻവയോൺമെന്റൽ കൺസർവേഷൻ, പരിസ്ഥിതി സംരക്ഷണം എന്നത് സ്ത്രീകളുടെ ഒരു കടമയായി മാറി, സ്ത്രീകളുടെ ഒരു ശാക്തീകരണമായി മാറി, അതേപോലെ തന്നെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള ഒരു അവസ്ഥയായി മാറി. ഈ ഒരു സ്ത്രീ ശാക്തീകരണത്തിലൂടെ പരിസ്ഥിതി സംരക്ഷിക്കാൻ കഴിയുമെന്ന് സ്ത്രീകൾക്ക് ഉറപ്പായില്ല. ഇതിൽ പ്രധാനമായിട്ടും ചോദിക്കുന്ന ചോദ്യങ്ങൾ, വാട്ട് ആർ ദി കോസസ് ഓഫ് എൻവയോൺമെന്റൽ ഡീഗ്രഡേഷൻ. പിന്നീട് ചോദിക്കാവുന്നത് ഗ്രീൻ ബെൽറ്റ് മൂവ്മെന്റ്. ദെൻ വങ്കാരി മാതാസ് കോൺട്രിബ്യൂഷൻ ടു ദ വേൾഡ്, ലോകത്തിനുള്ള അവരുടെ സംഭാവനകൾ. ഇതൊക്കെ ഇതിനകത്തുനിന്ന്. പിന്നീട് ചോദിക്കാവുന്നത് ടൈറ്റിൽ സിഗ്നിഫിക്കൻസ്. ആ ടൈറ്റിൽ സിഗ്നിഫിക്കൻസ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു. ഇതൊക്കെയാണ് ഇതിനകത്ത് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. ഹോപ്പ് ഇറ്റ് ഈസ് യൂസ്ഫുൾ ടു യു. താങ്ക് യു.